ഗൈസ് നമുക്കൊരു നെയിമിംഗ് സെറമണിക്ക് പോയിട്ട് വന്നാലോ? കോളേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയും അതുപോലെ കറങ്ങാൻ പോക്കൊക്കെ ഉണ്ടാകും. പതിയെ പതിയെ അതൊക്കെ കുറഞ്ഞ് എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യത്തിൽ ബിസി ആയിട്ട് പോകുമല്ലേ. പിന്നെ ആരെങ്കിലുമൊക്കെ കല്യാണം വരണം, എല്ലാവരും കൂടി ഒരുമിച്ച് വരാനും ഒത്തുകൂടാനും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. പക്ഷെ ഇപ്പം ഫ്രണ്ട്സിൻ്റെ പിള്ളേരുടെ ബർത്ത്ഡേക്കും നെയിമിംഗ് സെറമണിക്കൊക്കെയാണ് കേട്ടോ നമ്മൾ ഒത്തുകൂടുന്നത്. അങ്ങനെ ഒരു 1.5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഡിഗ്രി ഫ്രണ്ട്സിനെ കാണാൻ പോകാൻ കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഞാൻ വണ്ടിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പകുതി എത്തിയപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ചാണ് നമ്മൾ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ നെയിമിംഗ് സെറമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിനെ പിള്ളേരെ കളിപ്പിച്ചും നമുക്ക് തന്നെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവില്ലേ. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന് നമ്മൾ സ്റ്റേജിൽ കയറി വാവിനൊക്കെ കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടോ. അപ്പോഴേക്കും തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സദ്യ പ്രതീക്ഷിച്ചാണ് വന്നത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട സന്തോഷത്തോടെയാണ് കേട്ടോ അവിടെ നിന്ന് മടങ്ങിയത്.